ഹലോ, ഞാൻ പിന്നെ വന്നിരിക്കുകയാണ് ദേവാസുരമായിട്ട്. അപ്പോൾ എൻ്റെ ആർമർ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നുവാണെങ്കിൽ വ്യത്യാസമുണ്ട് കണ്ടാൽ മനസ്സിലാവും. കഴിഞ്ഞ എപ്പിസോഡ് ആരും കണ്ടിട്ടില്ല, ഒട്ടും യൂസ് ഇല്ലായിരുന്നു. സോ അതൊന്ന് പോയി കാണുക. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ വീഡിയോ ലിങ്ക് ഉണ്ടാവും, അതൊന്ന് പോയി ചെക്കൗട്ട് ചെയ്യുക. അതാരും കണ്ടത് ഉറപ്പാണ്, അതൊന്ന് പോയി കാണുക. ആൻഡ് നമ്മൾ വന്നിരിക്കുകയാണ് പിന്നെ ദേവാസുരം. നമ്മൾ കംപ്ലീറ്റ്ലി നെതറൈറ്റ് ആർമറും കാര്യങ്ങളായി. അത് മാത്രമല്ല, നേരത്തെ ഉണ്ടായിരുന്ന ഡയമണ്ട് ആർമറായിരുന്നു. അത്യാവശ്യം നല്ല ഇതായിരുന്നു. നമ്മുടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നിലവിലുള്ള ആർമറിന് നമുക്ക് നല്ല എൻജാൻസ് ഉണ്ട്. മെൻഡിങ്ങും അൺബ്രേക്കിങ്ങും പ്രൊട്ടക്ഷനും എല്ലാം അത്യാവശ്യം എല്ലാം ഉണ്ട് ഗൈസ്. പിന്നീട് നമ്മളാണെങ്കിൽ ദേവാസുരത്തിൻ്റെ എൻ്റെ ഓപ്പൺ ആയിരുന്നു, നിങ്ങൾ അറിഞ്ഞു കാണും. സോ നമുക്ക് എൻഡിൽ പോകാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഒരു കൂട്ടുകാരൻ വക നമുക്ക് എലേറ്റർ ഇട്ടിട്ടുണ്ട്, നമ്മുടെ ചങ്കുപടി. വേറെ ആരുമല്ല ഗൈസ്, മല്ലു ബ്ലേഡ്. ഇപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ പോയി ഒരുപാട് എലേറ്റർ ഒപ്പിച്ചു. പുള്ളിക്കാരൻ ബാക്കപ്പിന് വേണ്ടിയിട്ട് 7 എലേറ്റർ കണ്ട് ഒപ്പിച്ചു. പക്ഷെ ഞാൻ ചോദിച്ചു, പക്ഷേ ഞാൻ തമാശയ്ക്ക് ചോദിച്ചാണ്. അങ്ങനെ അവസാനം ഞാനാണെങ്കിൽ പുള്ളി ഇപ്പോൾ ദേവാസുരം നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, ദേവാസുരം കളിക്കുന്ന പ്ലെയേഴ്സിനൊക്കെ അറിയായിരിക്കും. ഇപ്പോൾ സൂ പണിയുകയാണ്. സോ സൂ പണിയാനായിട്ട് ഞാനും പുള്ളി പണിതുകൊണ്ടിരിക്കുമ്പോൾ കാണാൻ വേണ്ടി പോയി. അങ്ങനെ കാണാൻ വേണ്ടി പോയപ്പോൾ പുള്ളിക്കാരൻ മോനോസ് ഒരു ഗിഫ്റ്റ് തരണ്ടെന്നും പറഞ്ഞാൽ എനിക്കൊരു എലേറ്റർ തന്നു. ഗേസിൻ്റെ അവസ്ഥ അലിച്ചു ഗേസ്, ഒരു എലേറ്റർ കിട്ടി ഗേസ്. നമ്മൾ പോയതിന് എന്തായാലും ഉപകാരമായിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും, അത്യാവശ്യം ഷുഗർ കെയിൻ അങ്ങോട്ട് അത്രയ്ക്കും പന്തലിച്ചിരിക്കുകയാണ്. പിന്നെ ഒരുപാട് ഞാൻ ഷുഗർ കെയിൻ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കാണുമ്പോൾ നോക്കുമ്പോൾ എന്താ ഇവിടെ ഒരു ഷിപ്പല്ലേ? ഷിപ്പാണ് നല്ല അത്യാവശ്യം. ഞാനൊരു ഷിപ്പ് പണിഞ്ഞിട്ടുണ്ട്. വലിയ സുഖമൊന്നും ഇല്ല, എന്നാലേ നിങ്ങൾക്ക് മെഗളിൽ നിന്നുള്ളൊരു വ്യൂ ഒക്കെ കാണിച്ചു തരാം. ഇതാണ് ഗൈസ്. ഇതെന്തിനാണ് ഷിപ്പ് പണിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രേഡിങ്, അതായത് വില്ലേജ് ട്രേഡിങ്ങിനായിട്ട് പണിഞ്ഞാണ്. പക്ഷേ വലിയ സ്ഥലമൊന്നും തികഞ്ഞിട്ടില്ല. ഒറ്റ ബ്ലോക്കിൽ നമുക്ക് ബിൽഡ് ചെയ്യണം. ഇനി ഇവിടെ മറ്റേ അവരെന്ത് രീതിയിൽ എൻജോയ്മെൻ്റ് ആണെന്ന് അറിയാനായിട്ട് സംഭവം വയ്ക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് അതെവിടെ ഇവിടെയൊക്കെ വയ്ക്കുമ്പോഴേക്കും ഒറ്റ ബ്ലോക്ക് സ്ഥലം ഉണ്ടാവും. കുറച്ചുകൂടി വലുതായിട്ട് ഞാൻ കഴിച്ചു. എനിക്ക് വുഡ് പോലും ഇല്ലായിരുന്നു, ഞാൻ ഉള്ള വുഡ് വെച്ച് സെറ്റാക്കിയതാണ്. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾ മനസ്സിലാവും, ജാക്ക് ആൻഡ് റോസ് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. നിങ്ങൾക്കപ്പോൾ ചെയ്യാൻ പറ്റും ഗൈസ്. നിങ്ങൾക്കൊരു ലൈനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ എൻ്റെ ബേസിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റും. ലൈനുള്ളവർക്ക് ഇതിനെ പോലത്തെ സിംഗിളായിട്ടുള്ളവർക്ക് ഇവിടെ സിംഗിളായിട്ട് ഇങ്ങനെ നിൽക്കാം. സോ ഇവിടെ വരുവാണെങ്കിൽ ഒരു ചില്ലിങ് സ്പോട്ട് ഉണ്ട്. അതിന് നമുക്കിവിടെ ഇരുന്ന് വൈബ് ആസ്വദിക്കാം. കംപ്ലീറ്റ്ലി എനിക്ക് പറയുവാണെങ്കിൽ ഒരു വൈബാണ് എനിക്ക് വേണ്ടത്. എൻ്റെ ബേസ് കംപ്ലീറ്റ്ലി ഞാനൊരു വൈബ് സ്ഥലമാക്കാനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഐലൻഡ് ഞാൻ കാണിച്ചു തരാം. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു, എന്നാൽ ഈ വീഡിയോയിൽ ഞാൻ പറയുവാണ്. ഈ ഐലൻഡിൽ എനിക്ക് ഒരുപാട് സംഭവങ്ങൾ ബിൽഡ് ചെയ്യണമെന്നുണ്ട്. കണ്ടില്ലേ, വലിയൊരു ഐലൻഡ് ആണ് ഇത്. ചുരുക്കം പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരുപാട് സംഭവങ്ങൾ ബിൽഡ് ചെയ്ത് കുത്തി നിറയ്ക്കണം ഉറപ്പായിട്ടും. ഈ ഒരു കാടില്ല, ഈ കാട്, അതിനായിട്ട് നമുക്ക് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ട് നമ്മൾ സെറ്റ് ചെയ്യും. പിന്നെ അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ മഴ പെയ്തു. പിന്നെ നമ്മൾ ജസ്റ്റ് നെതറിലൊക്കെ പോയി നമ്മൾ നെതറൈറ്റ് ആർമർ ആയെന്ന് പറഞ്ഞു. പക്ഷേ ഇതെങ്ങനെ ആയെന്ന് പറഞ്ഞില്ല അല്ലേ? ഞാൻ തമിഴിന് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഞാൻ നെതറിൽ പോയി കുറച്ച് ഏഷ്യൻ ഡിബീസ് മൈൻഡ് ചെയ്തു, പക്ഷേ എനിക്ക് തികഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ചെകുത്താൻ എന്ന് പറഞ്ഞ പ്ലെയറും പിന്നെ കാർവിനോടൊക്കെ ചോദിച്ചാണ് കുറച്ച് നെതറൈറ്റ് ഇങ്ങോട്ട് ഒപ്പിച്ചത്. ഇത് ഞാൻ നെതറൈറ്റ് ആർമർ ആവുന്ന ഒരു ക്ലിപ്പാണ് ഗൈസ്, അത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പിക്കാക്സിനെ കാര്യം പറയുകയാണെങ്കിൽ ഈ പിക്കാക്സ് ഇങ്ങോട്ട് തികഞ്ഞില്ല. അപ്പോൾ മല്ലു ബ്ലേഡ് എനിക്കൊരു ഇങ്ങോട്ട് സഹായിച്ചു. ഇതെല്ലാവരുടെയും പേര് ഞാൻ എടുത്തു പറയും, കാരണം സഹായിച്ചവരുടെ എല്ലാവരുടെയും പേര് ഞാൻ എന്തായാലും പറയും. ആൻഡ് പിന്നെ എനിക്ക് ഷൾക്കർ ബോക്സും കിട്ടി. അത് എൻ്റെ ഓപ്പൺ ആയില്ല, അതുകൊണ്ട് തന്നെ ഷൾക്കർ ബോക്സും കിട്ടി. പിന്നെ ഈ മെൻഡിങ്ങൊക്കെ ഒരുപാട് തന്നു. ഞാൻ ചെകുത്താൻ എന്ന് പറഞ്ഞ പ്ലെയറിനെ ചോദിച്ചാണ്. അപ്പോൾ പുള്ളിക്കാരൻ എനിക്കൊരു കെട്ട് മെൻഡിങ്ങിൻ്റെ എഞ്ചാലി ബുക്സ് തന്നു. നൈസായത്. ഞാൻ കുറച്ചേ ചോദിച്ചുള്ളൂ, ഒരു 3-4 ചോദിച്ചുള്ളൂ. പുള്ളിക്കാരൻ എനിക്കൊരു കെട്ട് തന്നു. ഇതിനേക്കാളും ഉണ്ടായിരുന്നു, അതാണ് ഞാൻ എൻ്റെ ആർമറിലൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഞാൻ നല്ല രീതിയിൽ പവർഫുള്ളായെന്നൊന്നും അറിയത്തില്ല, എന്നാലും അത്യാവശ്യം എനിക്ക് നെതറൈറ്റ് ആർമർ അതുപോലെ എലക്ട്രിക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഇനി എനിക്ക് അത്രയ്ക്ക് ആവശ്യം ഇല്ലായിരിക്കും. പിന്നെ ഞാൻ ബാക്കപ്പിന് വേണ്ടിയിട്ട് കുറച്ച് റോക്കറ്റ് ഇല്ലേ, 1.5 സ്റ്റാക്ക് പോലെ ഇല്ലെങ്കിലും അത്യാവശ്യം ഉണ്ട്. പിന്നെ ഞാൻ ഒത്തിരി പറന്ന് നടക്കാൻ പോകണില്ല, ഞാൻ ജസ്റ്റ് ഈ ബേസ് നിങ്ങളെ കാണിക്കുകയും പിന്നെ ബിൽഡ് ചെയ്യാനൊക്കെ നിർത്തി പറക്കുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ നേരത്തെ 2 ഡയമണ്ട് ആർമർ ഉണ്ടാക്കിയിട്ട് ട്രിം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഒരു ഡയമണ്ട് ആർമർ എനിക്ക് SV തന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ
പുള്ളിക്കാരനാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന സ്റ്റോറിയൊക്കെ ഇട്ടായിരുന്നു പ്യൂർ എന്നൊക്കെ പറഞ്ഞ്, അതൊക്കെ ചുമ്മാ തമാശയ്ക്ക് കാണിച്ചാണ്. അപ്പോൾ സംഭവം വേറെ ഒന്നുമല്ല, ഞാനാണെങ്കിൽ എൻ്റെ ഡയമണ്ട് ആർമർ അതിൻ്റെ ഫസ്റ്റ് ഈ സർവർ കയറിയപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു ഡയമണ്ട് ആർമർ, അത് ഞാൻ SV കൊടുത്തു. വേറെ ഒന്നുമല്ല, SV എന്ന് ട്രിം ആഡ് ചെയ്തിട്ട് തരാമെന്നൊക്കെ പറഞ്ഞ്. പിന്നീട് അവൻ പറയണത് അവൻ്റെ എൻ്റെ ഞാൻ കൊടുത്ത ഡയമണ്ട് ആർമർ എന്തോ കളഞ്ഞു പോയി. അതുകൊണ്ട് എനിക്ക് വിഷമമായി, കാരണം എനിക്ക് ആ സമയത്ത് വലിയ ഡയമണ്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവനാണെങ്കിൽ അവൻ്റെ ഡയമണ്ട് ആർമർ എനിക്ക് വരുത്തുന്നത്. ഇവിടെ മനസ്സ് നിങ്ങളാരും കാണാണ്ട് പോയത് ഗൈസ്. ബാക്കപ്പിനായിട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ ഡയമണ്ട് ആർമർ ഉണ്ട്. സോ ടോട്ടലി പറയുകയാണെങ്കിൽ എനിക്കും എന്താ പറയുക, എൻ്റെ ഷീൽഡിനൊക്കെ ഞാൻ മെൻഡിങ് ഇട്ട്, അതെ ഗൈസ് ഞാൻ അത്യാവശ്യം പ്ലെയർ ആയിട്ടുണ്ട്. പിന്നെ ഇത് നോക്കുവാണെങ്കിൽ നമ്മുടെ മാപ്പ് സർവർ റീസ്റ്റാർട്ട് അടിച്ചപ്പോൾ പോയി. പിന്നെ അത് മാത്രമല്ല എൻ്റെ പ്ലേ ടൈമും പോയി. ഇപ്പോൾ 4 മണിക്കൂറാണ് ഗൈസ്, എനിക്ക് 1 ഡേ ഒക്കെ ഉണ്ടായിരുന്നായിരുന്നു. പിന്നെ ഇതുണ്ട്, ഇത് ആരുടെയെന്ന് എനിക്കറിയത്തില്ല. ഇത് ഞാൻ സൂ പണിയാൻ വേണ്ടി ഇവിടെ കൊണ്ടുവച്ചപ്പോൾ എനിക്കിങ്ങനെ കിട്ടി. ഞാൻ ചോദിച്ചു ഇത് ആരുടെയാണെന്ന്, ഇത് അവിടെ വയ്ക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ മല്ലു ബിൽഡർ നീ എടുത്തോ, അതാർക്കും ആവശ്യമില്ലാന്നൊക്കെ. പിന്നെ എനിക്ക് ഒരുപാട് അയൺ കിട്ടി, ഞാൻ ഒരുപാട് അയൺ സ്മെൽറ്റ് ചെയ്തു. നിങ്ങളുടെ ഇതല്ലേ ഒരു സ്റ്റക്ക് ഇവിടെ. പിന്നെ ഇത് ഞാൻ ഡ്യൂപ്പ് ചെയ്തിട്ടാണ് 2-3 ഒക്കെ കിട്ടിയോണ്ട് ഇത് ഞാൻ ഡ്യൂപ്പ് ചെയ്തു. അങ്ങനെ അടിപൊളിയായിട്ടായിരുന്നു സർവർ മുമ്പോട്ട് പോയത്. ഇനിയിപ്പോൾ എനിക്ക് ഷുഗർ കെയിൻ ഫാം ഇല്ല, പക്ഷേ അത് അത്യാവശ്യം നല്ലതാണ്. ഇനി എനിക്ക് റോക്കറ്റിൻ്റെ ആവശ്യം വരുമ്പോഴും സീനില്ല. ആൻഡ് എനിക്കിപ്പോൾ ഹൈലൈറ്റർ കിട്ടിയോണ്ട് ഇപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഗൈസ്, ലിറ്ററലി. പിന്നെ എന്തിനാണ് ഈ വീഡിയോ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങളെ എൻ്റെ എന്ത് കാണിക്കാനും, എന്താ പറയുക, എൻ്റെ ഈ പുതിയൊരു പ്രൊജക്റ്റ് കാണിക്കാനും, പിന്നെ ജസ്റ്റ് നെതറൈറ്റ് ആർമറായി, സോ അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. സോ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഗൈസ്. നമ്മൾ റോഡ് 2 അറിയാലോ, റോഡ് 2 3 സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നമ്മളങ്ങനെ എല്ലാം സെറ്റായെന്ന് വിചാരിക്കുന്നു. ഇതിൽ സ്റ്റാക്കഡ് പ്ലെയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത് അത്യാവശ്യം സ്റ്റാക്കഡ് പ്ലെയർ അല്ലേ? അല്ലേ നിങ്ങൾക്ക് എന്താ തോന്നുക? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത്യാവശ്യം സ്റ്റാക്കഡായി എന്ന് വിചാരിക്കുന്നു. ഇനി ഒരുപാട് ആവാണ്ട്. ഇത് കണ്ടില്ലേ, ഞാൻ കുറച്ച് ഷുഗർ കെയിനും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ല. പിന്നെ അതിനിടയ്ക്ക് എനിക്ക് ടോട്ടം പോയി. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലാഷ് ഒരു ഹോം സെറ്റ് ചെയ്തായിരുന്നു, XP എന്നും പറഞ്ഞ്. നമ്മൾ XP ഫാമിലോട്ട് കംപ്ലീറ്റ്ലി ടെലിപ്പോർട്ട് ആവും. മറ്റേ കണ്ടില്ലേ. അപ്പോൾ എനിക്കാണെങ്കിൽ റോക്കറ്റ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഗൺ പൗഡർ വേണം. ഗൺ പൗഡറിനായിട്ട് എനിക്ക് വേറെ ഫാമും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ എൻ്റെ ചെസ്റ്റ് നോക്കിയപ്പോഴാണ് ഞാൻ ആ കാര്യം റിയലൈസ് ചെയ്തത്, എനിക്ക് ഗൺ പൗഡർ ഒരെണ്ണം പോലും ഇല്ല. അങ്ങനെ ഞാൻ വെറുതെ മൂഞ്ചി കുത്തിയിരുന്നപ്പോഴാണ് കാറിയും പറഞ്ഞത് നിൽക്കുന്ന പിന്നെ SV ബേസിലത്തെ അത് യൂസ് ചെയ്യാൻ പാടില്ല, പബ്ലിക്കാണ്. അപ്പോഴാണ് ഞാനത് ചിന്തിച്ചത്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഹോം സെറ്റ് ചെയ്തു. ഇനി ആവശ്യമുള്ളപ്പോൾ ഞാനിവിടെ ഇങ്ങനെ കഴിയുന്നതായിരിക്കും കാണുന്നത്. ഇപ്പോൾ തന്നെ ഒരുപാട് സ്കെൽറ്റൺസ് കയറുന്നുണ്ട്. ആൻഡ് അടുത്ത് പറയുവാണെങ്കിൽ എനിക്ക് ചെസ്റ്റ് ചെയ്യുന്ന കുറച്ച് ഗൺ പൗഡർ കിട്ടി. പക്ഷെ ഞാനത് അതെടുത്തില്ല. ഞാൻ ഇവിടെ നിന്ന് ഫൈൻ ചെയ്തിട്ട് ഹോപ്പറിൽ കുറച്ചുണ്ടായിരുന്നു, അതാണ് ഞാൻ എടുത്തത്. അല്ലാണ്ട് ചെസ്റ്റിലുള്ളത് ഞാൻ എടുത്തില്ല. എന്തായാലും സർവർ ഇപ്പോൾ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഇനി സർവർ സ്റ്റോപ്പ് ആവാണ്ടിരുന്നാൽ മതിയായിരുന്നു, കാരണം എനിക്കിപ്പോൾ ഭയങ്കര ഇമോഷണലി അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു സർവറും കൂടിയാണ് ഇത് അവസരം. ആൻഡ് ഗൈസ്, അപ്പോൾ അതുപോലെ വീഡിയോയുടെ അവസരം വെച്ച് ഞാൻ പറയുകയാണ്, ഡിസാസ്റ്റർ അസംബ്ലി നമ്മൾ ശനിയാഴ്ച ലോഞ്ചാക്കും. ടൈമൊക്കെ നമ്മൾ ഡിസ്കോഡിൽ അനൗൺസ്മെൻറ്റ് ചെയ്യും. സോ നിങ്ങൾക്ക് ഡിസ്കോഡിൽ അനൗൺസ്മെൻറ്റ് കാണണമെങ്കിൽ ഡിസ്കോഡിൽ ജോയിൻ ചെയ്യുക. ഡിസ്കോഡിൽ ഞങ്ങൾ ഡിസാസ്റ്റർ ഡിസ്കോഡ് ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും. സോ നമ്മളിട്ടേക്കല്ല ലിങ്ക് കയറുക. പിന്നെ ആർമറും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ആർമർ, എനിക്കിഷ്ടപ്പെട്ടു. അതായത് ഇത് മാത്രം ഡയമണ്ടിൻ്റെ ട്രിമ്മ്, ബാക്കിയെല്ലാം റെഡ് സ്റ്റോണിൻ്റെ ട്രിമ്മാണ്. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു ഗൈസ്. ഈ ലുക്കായിരിക്കും ഗൈസ് നമ്മൾ മാക്സിമം ഡിസാസ്റ്ററിലും ചെയ്യാൻ നോക്കുന്നത്. ലൈക്ക് ഒരുപാട് എക്സ്പീരിയൻ മഴയുണ്ട്. അതുപോലെ ഈ ഫാമ് പബ്ലിക്കാണെന്ന് അറിയത്തില്ല. എന്തെങ്കിലും കാറിയും പറഞ്ഞത് ഞാനിവിടെ ഒന്ന് മൈൻഡ് ചെയ്തു. നിങ്ങൾക്ക് ഇനി ഇതൊരു മൈൻഡ് ചെയ്യണമെങ്കിൽ ദേവസ്ഥ പ്ലേയേഴ്സിന് മൈൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലെടുത്ത് ചോദിക്കുക, മൈൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു ഗൈസ്, ലിറ്ററലി. ഇപ്പോൾ എനിക്ക് എക്സ്പീരിയൻ ആവശ്യമില്ല. നല്ല മഴയുണ്ട് ഗൈസ്, ദേവാസുരം രാത്രി നല്ല മഴയത്ത് ഏതാ വൈബ്. ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ ഇപ്പം രാത്രിയാണ്. അതുപോലെ ചെറിയ ചാറ്റലുണ്ട് ഗൈസ് പുറത്ത്. ഈ ചാറ്റൽ സമയത്ത് ദേവാസുരം കളിക്കാൻ ഏതാ വൈബ്. പക്ഷേ ഞാൻ സോളോ ആയിട്ടാണ് ഗൈസ് കളിക്കുന്നത്, വേറൊന്നുമല്ല.
ഞാനെപ്പോഴും സോളോ ആയിട്ടാണ് കളിക്കുന്നതെങ്കിലും വി സിക്കകത്തെങ്കിലും ഇരുന്ന് കളിക്കണമായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ വി സിക്കകത്ത് ഒറ്റ എല്ലാവരും ഓഫ്ലൈനാണ്. സർവറിൻ്റെ ഓണർ പോലും ഇല്ല, ബ്രോ സ്നൈപ്പർ പോലും ഇല്ല. അപ്പോൾ ഞാൻ ഇനി കണ്ടു തരില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. പിന്നെ ഈ ബിൽഡ് എനിക്കറിയാതെ വളരെ പൊട്ടയാണ്. ഞാൻ ചുമ്മാ തൽക്കാലത്തേക്ക് ഉണ്ടാക്കിയതാണ്. ഇനി എൻ്റെ നെതർ പോർട്ടിനെ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഞാനാണ് ഈ സ്പോൺ പോയിന്റിൽ നെതറായിട്ട് കണക്റ്റ് ആക്കും. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും ഉറപ്പായിട്ട്. പിന്നെ ഇവിടെ കുറച്ച് വീറ്റും കാര്യങ്ങളും കളക്ട് ചെയ്തിട്ട് നമ്മൾ ചെസ്റ്റിലാക്കിയിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഇനി ഞാനെന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഓടുന്നത്? എലേട്രയിലെ കയ്യിലിരിക്കണത് അല്ലെങ്കിൽ ഞാൻ റിച്ചായി. അയ്യോ റിച്ചായെന്നും പറഞ്ഞുകൊണ്ട് പോയത് തലക്കിട്ടൊരു ഷോട്ട് കിട്ടി. ഞാൻ കാണിച്ചു തരാം ഗൈസ്, എല്ലാ പ്ലേയേഴ്സിൻ്റെയും ഇതൊക്കെ കാര്യങ്ങളൊക്കെ പോർട്ടിലും കാര്യങ്ങളൊക്കെ. ഇതാണ് നെതർ ഹബ്ബ് കാര്യം വരുന്നത്. ഇതെന്തായാലും ഇതൊക്കെ പൊട്ടിച്ചത് എനിക്കറിയത്തില്ല കേട്ടോ, ഞാനല്ല പൊട്ടിച്ചത്, ഞാൻ ചുമ്മാ വയ്ക്കുവാണേ. ഇതാണ് ഈ നെതർ ഹബ്ബും കാര്യങ്ങളും വരുവാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. സീനല്ലേ എന്താ ടൗൺ ഐലൻഡ് അങ്ങോട്ട്. ഓ ഗൈസ് പോർട്ടിലുണ്ട്, വേറെ വഴിയുണ്ട്. ഇതെന്താ അബീസ് ബേസ് കണ്ടോ, ഓരോരുത്തരുടെ ബേസും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ട് ഗൈസ്. എന്തായാലും നമ്മുടെ ബേസ് ഇവിടെ ഉടനെ തന്നെ വരുന്നതായിരിക്കും, നിങ്ങൾ കണ്ടുപോയിക്കോ. ആൻഡ് നിങ്ങളിപ്പോൾ ലേറ്റർ ഉണ്ടായിട്ട് എന്തെങ്കിലും ഇങ്ങനെ കാണിക്കുന്നത്, പക്ഷേ ലേറ്ററേക്കാൾ സ്പീഡാണ് ഗൈസ് നമ്മുടെ ബോട്ടിന്. പിന്നെ അല്ല, അയ്യോ ഡ്രിഫ്റ്റ് അടിച്ചാണ് വർക്കായില്ല. ഞാനിപ്പോൾ ദേവാസുരത്തിൽ വളരെ സന്തോഷപൂർവ്വത്തോടെയാണ് ഗൈസ് കളിക്കുന്നത്. ആൻഡ് എനിക്ക് നിങ്ങളെ വലിയ വിഷമമുണ്ട് സൂ കാണിക്കാത്തതിന്. അതിപ്പോൾ പറയാൻ പറ്റത്തില്ല ഗൈസ്, നമ്മൾ സ്പോയിൽ ചെയ്യാൻ പാടില്ലല്ലോ, അത് അവരുടെ ബേസല്ല. നമ്മൾ ഫുൾ കംപ്ലീറ്റ് ആക്കട്ടെ ഗൈസ്. അവർ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഐഷുവർ എന്തായാലും കാണിക്കും. പിന്നെ നിങ്ങൾക്ക് സൂ സ്പോയിലായിട്ട് തന്നെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മല്ലൂബിയുടെ ചാനലിൽ പോയാൽ മതി. അവൻ്റെ ഓരോരോ അപ്ഡേറ്റ് ആയിട്ട് വീഡിയോ ഇടുന്നുണ്ട് എന്നെ പോലെ. അപ്പോൾ അവിടെ പോയാൽ മതി ഗൈസ്. മാത്രമല്ല അവൻ്റെ പുതിയ വീഡിയോയിൽ ഞാനും ഉണ്ടാവും. അവൻ്റെ മറ്റേ പുതിയ വീഡിയോ വന്നിട്ടില്ല, അത് വരും, ഒരെണ്ണം വരും, അതിനകത്ത് ഞാനും ഉണ്ടാവും. സോ അവൻ്റെ വീഡിയോ പോയി കാണുക. ഞാൻ അതെന്തായാലും ബിൽഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങളെ കാണിക്കാൻ പോണത്. ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല. ആൻഡ് എന്തായാലും നമുക്ക് എലിറ്ററും കിട്ടി, നെതറൈറ്റ് ആർമറുമായി എല്ലാം സെറ്റായ സ്ഥിതിക്ക് നമുക്ക് 2 റോക്കറ്റ് ഇട്ടേക്കാം. നൈസ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ചാനൽ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. എനിക്കറിയാം ഇന്നത്തെ വീഡിയോ ഒട്ടും ഉണ്ടാകത്തില്ല. നമ്മളെന്തായാലും ഇപ്പോൾ പുതിയ ദേവാസുരത്തിൻ്റെ വീഡിയോസിൽ വലിയ ലെങ്ത് ഒന്നും വയ്ക്കുന്നില്ല ഗൈസ്. നമ്മൾ ജസ്റ്റ് ബിൽഡ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നു, പിന്നെ അപ്ഡേറ്റ് കാണിക്കുന്നു, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.